കാഷ്വൽ ആയിട്ടും പാർട്ടി ഓറിയന്റഡ് ആയിട്ടും അല്ലേ? അതെ, നമുക്കൊരു ഒഫീഷ്യൽ ലുക്ക് വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോഴാണ് ഇച്ചിരി ഡാർക്ക് പാലറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് എന്നാൽ ക്ലാസ് ഭയങ്കര ഒരു എലിഗന്റ് സിമ്പിൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ജാംദാനി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. നമ്മൾ ജാംദാനി ഇൻസ്പയർഡ് ഡിസൈൻസ് മെയിൻ ആയിട്ട് കാണാറുള്ളത് സാരീസിലാണ് കൂടുതലും കാണാറുള്ളത്. ഈ തവണ നമ്മളത് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സൽവാർ മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഫാബ്രിക് വന്നേക്കുന്നത് സെമി ടെസർ ഫാബ്രിക് ആണ്. സെമി ടെസർ എന്ന് പറഞ്ഞാൽ ടെസറിന്റെ വീവിംഗ് പാറ്റേൺ വന്നിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്. അപ്പം ഇനി അതിന്റെ ഡീറ്റെയിൽസും കളേഴ്സും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. കോഡ് വന്നിരിക്കുന്നത് BLD 120, പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2699. ഓക്കെ, അപ്പം ശരിക്കും ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ടെസർ സൽവാർ സെറ്റ് ഇട്ട് അതേ ലുക്കിൽ തന്നെയാണ് വരുന്നത്. കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ. ഇതാണ് അതിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ, ഐ മീൻ ഫ്രണ്ടിലെ വർക്ക് വന്നിരിക്കുന്നത്. ഫുൾ ആയിട്ട് ലോട്ടസ് ഇൻസ്പയർഡ് ആയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫ്ലോറൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ജാംദാനി എംബ്രോയിഡറി ഡിസൈൻ. ഇത് നമ്മൾ കളർ വന്നേക്കുന്നുണ്ടല്ലോ, ത്രെഡിന്റെ കളർ വന്നേക്കുന്നത് നമ്മുടെ ടെസറിന്റെ ഗോൾഡൻ ടേസ്റ്റി ടെസർ. നമ്മുടെ ലൂംസ് ഓഫ് ലക്ഷറിക്കകത്ത് ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് വരുന്ന ആ ഒരു ഗോൾഡൻ ബേജ് കളർ അല്ലെങ്കിൽ ഹണി ബ്രൗൺ കളറിൽ വരുന്ന ടെസറിന്റെ കളറാണ് നമ്മൾ ഇതിനകത്ത് ത്രെഡായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ കാണുന്ന കളേഴ്സിൽ നിന്ന് ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ. ദുപ്പട്ടയിൽ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ തിക്കായിട്ടുള്ള ബോർഡറും ഉള്ളിൽ ഫുള്ളായിട്ട് ആ ഡയമണ്ട് ഷേപ്പിൽ കുഞ്ഞു കുഞ്ഞ് ഡയമണ്ട്സ് സിഗ്സാഗ് ലൈനിന്റെ സെന്റർ പോർഷൻസ് ഫ്ലോറൽസ് വന്നിട്ട് ജാംദാനിയുടെ അതേ ഒരു ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സും അതുപോലെ തന്നെ ഹെവി ജാംദാനി ബോർഡേഴ്സ് ആട്ടോ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് അതിന്റെ ഫുൾ സെറ്റിന്റെ ലുക്ക് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ഏത് ഫാബ്രിക് ആയിരുന്നു? ബോട്ടം വന്നിരിക്കുന്നത് സറ്റൂൺ, അതിനകത്തും വർക്ക് വരുന്നുണ്ട്. അത് ഒരു പാനൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, ടോപ്പിൽ വന്നിരിക്കുന്നത്. അതെ അതെ. അപ്പം ഇതെല്ലാം പാർട്ടി ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പെൻസിൽ പാൻറ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഇങ്ങനത്തെയൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോവറിലോട്ട് അറ്റാച്ച് കൊടുത്തിട്ടൊക്കെ ചെയ്യും. ഓൾറെഡി നമ്മൾ പാൻസിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് സ്ലീവ്സിനും വരുന്നുണ്ട്. സ്ലീവ്സിലും സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ പാച്ച് ഡിസൈൻ വരുന്നുണ്ട്. സ്ലീവ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു ബോട്ടത്തിൽ വന്ന പോലെ തന്നെ ഇതേപോലെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് കളർ വന്നേക്കുന്നത് ബ്ലൂ ആണ്. ബ്ലൂവിൽ കാണിക്കുന്നത് കളർ പാലറ്റും ഭയങ്കര രസമുള്ള കളർ, നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. നല്ല ഡാർക്ക് ഷെയ്ഡ്സും അതും ഒരു എലിഗന്റ് ആൻഡ് സ്ലിമ്മർ ലുക്ക് തോന്നുന്ന ഡാർക്ക് പാലറ്റാണ് കേട്ടോ. ഇതാണ് ടോപ്പ്. സ്ലീവില് നമുക്ക് ഇതേപോലെ ബാക്ക് പാനൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ പോലെ തന്നെ നമുക്ക് സ്ലീവില് അതേപോലെ വന്നിട്ട് ഇത് നമുക്ക് ലോ പാനലായിട്ട് കൊടുക്കാൻ പറ്റും. കോഡ് വന്നിരിക്കുന്നത് BLD 120 ആണ്. 2699 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. നീറ്റ് ഫിനിഷിംഗ് ആണ്. ബാക്ക് സൈഡ് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് ഫിനിഷ്ഡ് ആണ്. ഒരു അങ്ങനെ ത്രെഡ് ആയിട്ട് അങ്ങനെ അങ്ങനെ വന്നിട്ടില്ല. ഇതാണ് ഇതിന്റെ ടോപ്പ് ബോട്ടം ആൻഡ് നല്ല ഭംഗിയുള്ള മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത്. ആൻഡ് അടുത്ത കളർ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പിങ്ക് ആണ്, പക്ഷെ ഇച്ചിരിയും കൂടെ ഒരു റെഡിഷ് ചേർന്നിട്ടുള്ള മെറ്റാലിക് മജന്ത ടോൺ വരുന്നത് പറയാല്ലേ. ഞാനിപ്പോ ഇട്ടേക്കുന്നത് ബർഗൻഡിയാണ്. അപ്പൊ കളർ വേരിയേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം അല്ലേ. ഇതാണ് അതിന്റെ ടോപ്പിന്റെ ലുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട, പൈപ്പിംഗ് ഫിനിഷ്ഡ് ആണ് കേട്ടോ. ദുപ്പട്ടയൊക്കെ ഒരുപാട് ബ്രോഡ് അല്ല, ഫുൾ വിഡ്ത്തിൽ വരുന്ന അല്ലാന്ന് തോന്നുന്നു അല്ലേ. 30 ഇഞ്ച് വിഡ്ത്തിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. 30 ഇഞ്ച് വിഡ്ത്തിൽ വന്നിരുന്ന ദുപ്പട്ടയാണ്. അത് കാരണം ക്യാരി ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ലൈറ്റ് വെയിറ്റും ആണ്. ഇതാണ് അതിന്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് അല്ലേ. നല്ലൊരു ഡാർക്ക് ഷെയ്ഡില്, നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാണത്. നല്ല ഭംഗിയാണ്. എല്ലാ കളേഴ്സും നമുക്ക് സ്റ്റാൻഡേർഡ് കളേഴ്സ്. കളർ പാലറ്റിൽ ശരിക്കും ഒന്ന് ഡിഫറൻസ് തോന്നുന്ന രീതിയിലുള്ള കളേഴ്സാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഫംഗ്ഷൻ ഓറിയന്റഡ് ആയിട്ട് വെയർ ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. ആ ടെസർ വെയർ ചെയ്ത് ഫംഗ്ഷൻസിന് പോകുന്നവർക്ക് നല്ല ഓപ്ഷനായിട്ട് വെയർ ചെയ്യാനും. ടോപ്പും ബോട്ടവും ഗൗരിയുടെ കയ്യിലുണ്ട്, ദുപ്പട്ട എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ പാലറ്റാണ്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. BLD 120 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2699 ആണ്. Check it out at our website www.aham.store. എംബ്രോയിഡേർഡ് ഓർഗൻസ സാരി. അപ്പം അതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു കോപ്പസറി വീവിങ്ങും അതിൻ്റെ കൂടെ തന്നെയാണ് ആ ഒരു എംബ്രോയിഡേർഡ് ലുക്കും കൂടെ ആയിട്ട് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു 7 ഷെയ്ഡ്സിനകത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. 1599 റേഞ്ചിൽ വന്നിരിക്കുന്ന ഓർഗൻസ സാരീസ്. അപ്പോൾ നമുക്ക് യൂഷ്വലി വരുന്ന ഓർഗൻസാസിനകത്തുനിന്നെക്കാട്ടിലും ഒരു ക്രിങ്കിൾഡ് എഫക്റ്റ് പോലെ അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ വെച്ചിട്ട് തോന്നുന്നതാണ് കേട്ടോ.
ഇറ്റ്സ് എ നൈസ് ഫാബ്രിക്, ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫാബ്രിക് ബേസിനകത്ത് ഫുള്ളായിട്ട് എംബ്രോയിഡറി വിത്ത് ഒരു ജോമെട്രിക്, അത് കോപ്പസറിയിൽ തന്നെ വീവിങ് പാറ്റേണും കൂടെ ആയിട്ട് വന്നേക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ത്രെഡും സിൽക്കി ആൻസ് വൈറ്റ് ത്രെഡും അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലവേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗ്രേ ടോൺ, അതിന് എല്ലാത്തിനകത്തും ഓരോ കോൺട്രാസ്റ്റ് ഷെയ്ഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിപ്പോൾ അത്രയും ഭയങ്കര ഒരു ട്രാൻസ്പെറൻസി തോന്നത്തില്ല, കാരണം ഇന്നത്തെ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലും കൂടെ വന്നിരിക്കുന്ന കാരണം. ആൻഡ് പ്ലീറ്റ്സ് ഒക്കെ നല്ല ഒതുങ്ങി കിടക്കുന്ന പ്ലീറ്റ്സാണ്, എളുപ്പമാണ് ഉടുക്കാൻ എളുപ്പമുള്ള സാരീസാണ് കേട്ടോ. നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ പല്ലു ആൻഡ് ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. US 169 170 രണ്ട് കോഡ്സിലായിട്ട് അവൈലബിൾ ആക്കി കാണാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ലുക്ക് ഇതാണ്. അപ്പോൾ വേറെ ചെയ്യുമ്പോൾ ഒരു ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് വരുന്നത് ഈ സാരീസ്. ഞാൻ എല്ലാം ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് എ സെയിം ലുക്ക്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ബോക്സസിൻ്റെ അകത്ത് ഓരോരോ പാറ്റേൺസ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ അതിനകത്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ആ ഒരു ഫ്ലോറൽസ് കൊടുത്തേക്കാണ്. ഒരു ഔട്ട്ലൈൻ ലുക്കിലാണ് വന്നേക്കുന്നത്. തിൻ ബോർഡർ, നമ്മൾ ചന്തേരിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു തിൻ ബോർഡറാണ് അതിനകത്ത് എഡ്ജ് ഫീൽ ഇതിന് കൊടുത്തേക്കുന്നത്. എഡ്ജായിട്ട് വന്നേക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ചും കൂടെ തിക്കർ വീവിങ് പാറ്റേണിലുമാണ് കൊടുത്തേക്കുന്നത്. ബാക്കി ഫുള്ള് ഓർഗൻസ, വളരെ ലൈറ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. നമ്മളൊക്കെ എടുക്കുമ്പോഴേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുത്തതായിട്ടുള്ള ഒരു ഫീൽ വരുന്നത്. നമ്മൾ കോട്ടയുടെ ഒക്കെ അത്രയും ലൈറ്റായിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് യൂഷ്വലി നമ്മുടെ ഓർഗൻസയിൽ അത്രയും സ്റ്റിഫ്നെസ്സും വന്നിട്ടില്ല. സോ ദിസ് വാസ് എ മജന്ത, ഒരു വാടാമുല്ലയുടെ ടൈപ്പ് ടോണിൽ വന്നിട്ടുള്ള മജന്ത ഷെയ്ഡാണ്. ആൻഡ് ദെൻ ദർ ഇസ് എ രാമ ഗ്രീൻ ടോൺ ആണ് എൻ്റെ നെക്സ്റ്റ് ലുക്ക്. ഇത് ഉടുക്കുമ്പോൾ ഉള്ളൊരു ലുക്ക് ഇതാണ്. തിൻ ബോർഡർ ലുക്സ്, ഇറ്റ് മേക്സ് ഇറ്റ് റിയലി പ്രിറ്റി. ആൻഡ് സെയിം വൈറ്റ് ആൻഡ് ഗ്രേയിൽ തന്നെയാണ് ഇതിനകത്ത് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ടോൺ, ബ്രൈറ്റ് പ്ലസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതും ഉടുക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളർ. അപ്പോൾ ഇത് കാഷ്വൽ പ്ലീറ്റ്സ് ഇടാനും നല്ലതാണ്, ബിക്കോസ് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അത്രയ്ക്കും അങ്ങനെ ഒരു ഭയങ്കര റോങ് സൈഡിൻ്റേതായിട്ടുള്ള റോങ് സൈഡിൽ നമുക്ക് സാധാരണ ഭയങ്കര ഒരു നീറ്റല്ലാത്ത ഫീലിംഗ് അങ്ങനെ വരത്തില്ല കേട്ടോ. ആൻഡ് ഇതിൻ്റെ വീവ് പാറ്റേണിൻ്റെ അകത്ത് നമുക്ക് അതിനകത്ത് ലൂസ് ചാൻസ്, ഇത് പവലൂമിൽ ചെയ്തേക്കുന്ന സാരിയാണ്. ഇപ്പോൾ 1599 റേഞ്ചിൽ വരുമ്പോഴത്തേക്കും നമുക്കറിയാം പവലൂമിൽ ചെയ്തേക്കുന്ന സാരീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് യാർൻസ് ഇങ്ങനെ കട്ട് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്, ഡാമേജ് അല്ല, അതങ്ങനെയാണ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുക കേട്ടോ. ആൻഡ് ദെൻ നെക്സ്റ്റ് ഇസ് എ റിയലി ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഇതൊരു ട്രഡീഷണൽ ലുക്കും അല്ല, അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഫീല് വരും. കാരണം ആ ഒരു കോഫി ബ്രൗണിൻ്റെ കൂടെ ആ ഒരു വൈറ്റ് ത്രെഡും കൂടെയൊക്കെ വരുമ്പോഴത്തേക്ക് ദിസ് ഇസ് ദി ലുക്ക്. US 170 ആണ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് തൊട്ട് വരുന്ന കോഡ്സ് അവൈലബിൾ ആയിരിക്കും. രണ്ട് കോഡും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ലിങ്കിൽ അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് പേജിൽ പോകും. ദെൻ വി ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ഗ്രേ ഷെയ്ഡ്. ഗ്രേ ഈസ് വെരി പ്രിറ്റി. കോൺട്രാസ്റ്റ് ബ്ലൗസസിൻ്റെ കൂടെയും പെയർ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് റണ്ണിങ്ങിൽ തന്നെ പ്ലെയിൻ ആയിട്ട് വരും. സോ ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്, പ്ലെയിൻ ആയിട്ട് വന്നേക്കാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ കോട്ടൺ ലൈനിങ് ഇടുന്നതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രേപ്പ് ലൈനിങ്ങും ഇടാം കേട്ടോ, അത് നല്ലതായിരിക്കും. ബ്ലൗസ് ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് ക്രേപ്പ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഫസ്റ്റ് ഫ്യൂ വാഷസ് ഇത് ഡെലിക്കേറ്റ് ആണ്, സോ മേ ബി വി ക്യാൻ ഗോ ഫോർ എ ഡ്രൈ ക്ലീൻ. അത് കഴിഞ്ഞ് മെഷീൻ വാഷ് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ല, ഫാബ്രിക് ഇസ് വെരി ഡെലിക്കേറ്റ്. സോ ദിസ് ഇസ് ദി ലാസ്റ്റ് ഷെയ്ഡ്. ലാസ്റ്റ് ഷെയ്ഡ് ഇസ് റിയലി പ്രിറ്റി, ഒരു പേസ്റ്റൽ സോഫ്റ്റ് ഫീലിൽ വന്നിരിക്കുന്ന ഷെയ്ഡാണ്. US 170 ആൻഡ് 169 1599 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ഈ ഒരു പാറ്റേൺ ഇട്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗോവൻ സ്റ്റൈലുണ്ട്. ഫോറിനേഴ്സിൻ്റെ ഗോവൻ സ്റ്റൈലല്ല, പക്ഷെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ട് പണ്ട് മുതലേ നമ്മൾ ചില മൂവീസിലൊക്കെ കണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ലോങ് സ്ലീവ് പാറ്റേൺ ആൻഡ് ദെൻ വി ഹാവ് ദിസ് ഫ്രണ്ട് സ്ലിറ്റിൽ ബട്ടൺ ഡീറ്റെയിലും പിന്നെ സ്ലിറ്റ് വരുന്നിടത്ത് നമുക്കൊരു ഇൻസേർട്ട് പാനലായിട്ടുള്ള ഒരു നല്ലൊരു ഫ്ലെയർഡ് ഫീലിൽ വന്നിട്ടുള്ള കോട്ടൺ കുർത്ത. നമുക്കൊരു ഡ്രസ് ലുക്കിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ദിസ് ക്യാൻ ബി എ ഡ്രസ് ആക്ച്വലി. നൗ ഐ ഹാവ് വോണ്ട് ആസ് എ ഡ്രസ് വിത്തൗട്ട് ബോട്ടം. അപ്പോൾ നമുക്ക് ബോട്ടംസ് ഇടാൻ കൺവീനിയൻ്റ് ആണ്, അതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലെഗിൻസിൻ്റെ കൂടെയൊക്കെ ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ആൻഡ് എല്ലാവർക്കും പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആൻഡ് ദെൻ വി ഹാവ് ദിസ് പ്രിന്റഡ് ഡിസൈൻ ഓൺ ഇറ്റ്, നല്ലൊരു ഫ്ലോറൽ ഇൻസ്പയർഡ് ഡിസൈൻ. ആൻഡ് സ്ലീവിലും അതേ ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് സൈഡിൽ കൊടുത്തിരിക്കുന്ന അതേ പാനൽ തന്നെയാണ് നമുക്ക് സ്ലീവിലും
വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ വി നെക്ക് ലൈനും അതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആ പാനലിൽ ജോയിൻ വരുന്നുണ്ട് ഇവിടെ. അവിടെ നമുക്ക് ആ ഒരു കോക്കനട്ട് ഷെൽ ബട്ടൺസും കൂടെ ആയിട്ടുള്ള ഒരു ലുക്ക്. ആൻഡ് ദെൻ ദിസ് ആ ഒരു ഗോൾഡ് സ്റ്റൈൽ പെട്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ലീവിൻ്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് ലെഗോ ബട്ടൺ, അത്രയും ഫ്ലെയർഡ് അത്രയും വോല്യൂം ഒന്നും വരുന്നില്ല. പക്ഷേ വി ഹാവ് ദിസ് സ്മോൾ ഗ്യാദേഴ്സ് അറ്റ് സ്ലീവ് ഷോൾഡറിനകത്ത് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഒരുപാട് ബ്രോഡ് അല്ലാത്ത നെക്ക് ലൈനാണ്, കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് കുറച്ച് ഡീപ്പായിട്ട് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ വന്നേക്കാണ്. ആൻഡ് നമുക്കിത് ഇപ്പോൾ നമുക്ക് സ്റ്റൈലിംഗ് ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കാഷ്വൽ സ്റ്റൈലിൽ നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാം. ഓർ യു ക്യാൻ ഈവൻ ഗോ ഫോർ ദിസ് നമ്മളുടെ ആൻറ്റിക് ഓക്സിഡൈസ്ഡ് സിൽവർ ജ്വല്ലറീസിനുമായിട്ട് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം കേട്ടോ. നമുക്കിപ്പം ഇഫ് യു വോണ്ട് പെയർ വിത്ത് ബിഗ് കടാസ്, അപ്പോൾ ഒരു സ്ലീവിൻ്റെ ഓൾമോസ്റ്റ് ആ റിസ്റ്റ് ലെങ്ത് വരേക്കും വരുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഏരിയ ഫുൾ കടാസൊക്കെ ആയിട്ട് ജങ്കി അതിൽ കുറച്ച് ജങ്ക് ജ്വല്ലറി ആയിട്ടൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ആ ഒരു പുട്ടപ്പ് ലുക്ക് ഓർ മേ ബി ഫ്യൂ ഹെയർസ് ഇൻ ദ ഫ്രണ്ട്, അങ്ങനത്തെ ബാങ്ക്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ദാറ്റ് ഈസ് എ യങ്ങർ ലുക്ക്, അങ്ങനത്തെ ഒരു ഇത്. ആൻഡ് ദിസ് ഈസ് വെരി കംഫർട്ടബിൾ. നമുക്കിത് വിത്തൗട്ട് ലൈൻ ഈ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഒരു നമുക്കൊരു ട്രാവൽ പർപ്പസ് അതിനും ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്കൊരു ഇടാനും അങ്ങനെ ആരും നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാനും ഒക്കെ നല്ലതാണ്. ആൻഡ് ബ്ലാക്ക് ഈസ് വൺ ഓഫ് അവർ ഫേവറേറ്റ് കളേഴ്സ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡുമാണ്. അപ്പോൾ പ്രിന്റഡ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ആ ഒരു ഡിസ്ചാർജ് പ്രിന്റിൻ്റെയും കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എൻ്റെ ഒരു സൈഡ് പാനലിൽ ഡബിൾ പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദ സ്ക്രീൻ പ്രിന്റഡ് സെൻറ്റർ പോർഷൻ. നല്ലൊരു കംഫർട്ടബിൾ ലുക്കിൽ വന്നിരിക്കുന്ന കോട്ടൺ, പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്ത ലുക്ക്.